പണത്തോട് ഇത്രയും ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിട്ടും അവർക്ക് എത്ര പണം കിട്ടിയാലും മതിയാകില്ല. എൻ്റെ കുടുംബം എന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചിട്ട് ഒടുവിൽ വന്നുപെട്ടത് ഇങ്ങനെ ഒരു ദുരന്തത്തിലായല്ലോ. സ്ത്രീധനത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട് ഒടുവിൽ 1.5 വയസ്സുള്ള മകളെയും കുട്ടി ജീവനൊടുക്കിയ കൊല്ലം സ്വദേശിനി വിഭജിക ഒരു ബന്ധുവിനോട് പറഞ്ഞ വാക്കുകളാണിത്. ഭർത്താവ് നിതീഷ് ശാരീരികമായും അയാളുടെ അമ്മയും സഹോദരിയും മാനസികമായും കുറേ വേട്ടയാടി. ഒടുവിൽ ഡിവോഴ്സ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഷാർജയിൽ വെച്ച് മകളെ കൊലപ്പെടുത്തി യുവതി ആത്മഹത്യ ചെയ്യുന്നു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജരായിരുന്ന വിഭജിക എന്തിനായിരിക്കും ആ കടുങ്കൈ ചെയ്തത്? ഇതോടൊപ്പം ആലപ്പുഴയിൽ 5 വയസ്സുകാരനോട് ഒരമ്മ കാട്ടിയ ക്രൂരതയും, മലപ്പുറത്ത് 6 വയസ്സുള്ള ഓട്ടിസം ബാധിതന് നേരെയുള്ള രണ്ടാനമ്മയുടെ കൊടിയ പീഡനവും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത്. വീട്ടുകാര്യങ്ങളും കുഞ്ഞിനെയും നോക്കണം. എൻ്റെ മോൾ പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. ഭർത്താവ് നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാനും മോളും ഇവിടെ ഉരുകി കഴിയുകയാണ്. ഷാർജയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ മലയാളി യുവതിയുടെ ആ വാക്കുകൾ ചെവിയിലൊരു നൊമ്പരമായി മുഴങ്ങുന്നു. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയും 1.5 വയസ്സുള്ള മകളും മരിച്ച വാർത്ത ഗൾഫിലെ മലയാളി സമൂഹം ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭജികയും തൂങ്ങി മരിക്കുകയായിരുന്നു. ഭർത്താവിൽ നിന്ന് വിവാഹമോചന നോട്ടീസ് ലഭിച്ചതിൻ്റെ പിറ്റേന്നായിരുന്നു ഈ ദാരുണമായ സംഭവം. സ്ത്രീധനത്തിൻ്റെ പേരിൽ നിതീഷ് വിഭജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. നവംബറിലായിരുന്നു കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയും കോട്ടയം സ്വദേശി നിതീഷുമായുള്ള വിവാഹം നടന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷിൽ നിന്നും യുവതിക്ക് നിരന്തരം പീഡനം ഏൽക്കേണ്ടി വന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. മകൾ വൈഭവിയുടെ ജനനത്തിന് ശേഷമെങ്കിലും തങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് യുവതി കരുതിയിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ വിഭജികയോടുള്ള ദേഷ്യം കുട്ടിയോടും നിതീഷ് കാട്ടിയതായി പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ വിഭജിക ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നു. നമുക്ക് കാശില്ലല്ലോ, അവരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് കാശുണ്ട്, വണ്ടിയുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് പുള്ളിക്ക് വലിയ ബെനഫിറ്റ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് തെറ്റ് മറ്റവര് കാണിച്ചാലും അത് പുള്ളി ഞാൻ തെറ്റ് കാണിക്കുന്നു എന്നാണ് വരുത്തി തീർക്കുന്നത്. കാരണം അവര് ഇതൊക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ ഇപ്പൊ ഒരു കുട്ടി ഉള്ളത് കൊണ്ട് അതിനെ വെച്ച് മുതലെടുക്കുന്നു എല്ലാരും കൂടി. അങ്ങനെ പിന്നെ അവന് നോക്കുമ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം. പാർട്ടി ഇഷ്ടമുള്ളത് പോവാം, ആരും ചോദിക്കത്തില്ല. തോന്നുമ്പോ വരുന്നു, തോന്നുമ്പോ പോന്നു. കൊച്ചുണ്ട്, കൊച്ചിനെ നോക്കാൻ ഒരു വേലക്കാരിയെ പോലെ ഒരുത്തി വീട്ടിലുണ്ട്. അങ്ങനെ ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത്. വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതുമെല്ലാം ഞാൻ തന്നെ. എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. 1 വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ 4-5 തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു എന്നും വിഭജിക പറയുന്നു. മോക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം. 24 മണിക്കൂർ അവൻ മോളെ ബോഡി ഗാർഡായിട്ട് നടക്കണം. മോളെ കൊച്ചിനെയും സന്തോഷിപ്പിച്ച് നടക്കണം. പിന്നെ കുറെ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കണം. ഇത്രയാണ് അച്ഛന്. അയാൾക്ക് പിന്നെ എൻ്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. എൻ്റെ സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല. ഇത് അച്ഛൻ. മോള് അവളെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരത്തേക്ക് ഒരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ട് കൂടെ. എന്നെ സന്തോഷിപ്പിക്കാൻ പാടില്ല, ഞാൻ സന്തോഷിക്കാൻ പാടില്ല. എന്നെ നിതീഷ് എവിടെയും കൊണ്ടുപോയിക്കൂടെ, എനിക്ക് നിതീഷ് ഒന്ന് വാങ്ങിച്ചു തന്നൂടാ. അവളെയും കൊണ്ട് നടക്കണം. മോള് അങ്ങനെ. പിന്നെ എൻ്റെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പൊട്ടനെ പോലെ അഭിനയിക്കുന്നു. വിഭജികയ്ക്ക് നിതീഷുമായുള്ള വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല.
വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടുജോലിക്കാരിയോടും മാതാവിനോടും പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു. ഇതേ തുടർന്ന് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നു. ഒരിക്കലും ആത്മഹത്യക്ക് ചെയ്യാൻ ഒരു വഴിയുമില്ല. കൊടിയ പീഡന ആണ് ഈ ഇത് ഏറ്റിട്ടുള്ളതെന്നും ഗാർഹിക സ്ത്രീധന പീഡനം ഏറ്റിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽനഹദിയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭജികയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഫോറൻസിക് ലാബിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കും. അൽ ബുഹൈറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ജനിച്ച നാൾ മുതൽ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം വേട്ടയാടിയ കുഞ്ഞ്. മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഓട്ടിസം ബാധിതനായ ആ കുരുന്നിന് പിച്ച വെച്ച് നടക്കും മുൻപേ അമ്മയെ നഷ്ടപ്പെട്ടു. തുടർന്ന് മുത്തച്ഛൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞ അവനെ കോടതി ഇടപെടലിലൂടെ പിതാവ് ഏറ്റെടുക്കുന്നു. സംസാരശേഷി പോലും ഇല്ലാത്ത 6 വയസ്സുകാരന് പിന്നീട് രണ്ടാനമ്മയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് കൊടിയ പീഡനം. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണി കിട്ടുമെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചുവെന്നുമാണ് പരാതി. അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജൂൺ 4-ന് സ്കൂൾ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ KT അബ്ദുസമദ് ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധിച്ചത്. തുടർന്ന് അബ്ദുസമദ് ചൈൽഡ് ലൈനിനെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതോടെ കുട്ടിയുടെ രണ്ടാനമ്മ ഉമൈറ ഒളിവിൽ പോയി. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണങ്ങിയ പാടുകളുണ്ട്. സംസാരശേഷിയില്ലാത്ത കുട്ടിക്ക് ക്രൂരമായ പീഡനങ്ങൾ രണ്ടാനമ്മയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതായി KT അബ്ദുൽ സമദ് പറഞ്ഞു. കുട്ടിയുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് പൊള്ളിയ പാടും മുറിവുകളും കണ്ടത് പ്രകാരം ഞങ്ങൾ ചൈൽഡിന് കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റ് അവർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അത് പ്രകാരം അവർ നമ്മളെ വിളിച്ച് മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കുട്ടിയുടെ രണ്ടാനമ്മേനെ പ്രാഥമിക അന്വേഷണത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത ശേഷം അവൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ അറിവ്. അമ്മയുടെ മരണശേഷം അബ്ദുൽ സമദിന്റെ സംരക്ഷണയിലായിരുന്നു ഓട്ടിസം ബാധിതനായ കുട്ടി. പിന്നീട് കുട്ടിയുടെ പിതാവ് കോടതിയെ സമീപിച്ച് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ മലപ്പുറം കുടുംബ കോടതി താൽക്കാലിക ഉത്തരവിലൂടെ കുട്ടിയുടെ സംരക്ഷണം അബ്ദുൽ സമദിനും ഭാര്യയ്ക്കും കൈമാറിയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതിക്കെതിരെ അന്വേഷണം ഊർജിതമാണെന്ന് പെരിന്തൽമണ്ണ പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. കർണാടക ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതക പരമ്പര നടന്നെന്ന വെളിപ്പെടുത്തൽ ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. 1995 മുതൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് മുൻ ശുചീകരണ തൊഴിലാളി തുറന്നു പറഞ്ഞിട്ടും പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? കൊല്ലപ്പെട്ടവരെക്കുറിച്ചോ കൊലയാളികളെക്കുറിച്ചോ അന്വേഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പോലീസ് അന്വേഷണം വൈകുന്നതിൽ നാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം നിലയിൽ പരിശോധന നടത്താനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആലോചന. എന്താണ് ധർമ്മസ്ഥലയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ന്യൂസ് 18 പ്രതിനിധി KB ബൈജുവിൻ്റെ അന്വേഷണ പരമ്പരയിലേക്ക്.
ധർമ്മസ്ഥലയിൽ 20 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 100-ലേറെ പേരാണ്. ഇതിൽ മലയാളികളുമുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം വൈകുന്നു. അതിനെതിരെ പ്രതിഷേധവും ശക്തമാവുന്നു. ഇന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ യോഗം ചേർന്നു. 2000-ഓളം പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തയ്യാറാവണം. ഈ നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ പരിശോധിച്ച് ആ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് വരുന്നത്. ഏതായാലും അതിക്രൂരമായാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. പലരെയും ഇത്തരത്തിൽ വലിയ തോതിൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. എന്തായാലും സൗജന്യയുടെ നേരത്തെ കൊല്ലപ്പെട്ട സൗജന്യയുടെ കൊലപാതകം വലിയ ചർച്ച ആവശ്യമായിട്ടുണ്ട്. നമ്മോടൊപ്പം ജയന്ത് ചേർന്നു. ഇവിടെ മലയാളിയായ ഒരാൾ തന്നെയാണ്, അദ്ദേഹം ചേർന്നു. എന്താണ് ഇപ്പോൾ നിങ്ങൾ പ്രധാനമായും ആവശ്യം? സാർ, ഇപ്പം തന്നെ ഇവിടെ 1000, 100 അല്ലാതെ 1000 ബോഡികൾ കുടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് ഇപ്പോൾ ആൾക്കാർ മുമ്പിൽ പറഞ്ഞുകൊണ്ട് 1, 2 അല്ലെന്ന്. അന്നേരം ഇതെല്ലാം എടുത്തേ പറ്റുള്ളൂ. ഇതിൻ്റെ ഇതിൻ്റെ ആളെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെ കൊടുക്കണം. ആ ബോഡി എന്ന് പറഞ്ഞാൽ എല്ല് കിട്ടിയാലും ബോഡി ഒരു തലയോട്ട് കിട്ടിയാലും അത് അവർക്ക് കൊടുക്കണം. കൊടുത്ത് അതിൻ്റെ ഒരു ഹിന്ദു സംസ്കൃതി ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ സംസ്കൃതി, മുസ്ലിം സംസ്കൃതി ഉണ്ടല്ലോ, അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതി ചെയ്യണം. അത് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടിയിട്ട് നമ്മൾ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഇതിനെ മുമ്പിൽ നിൽക്കുന്നത് അവർ എത്ര പേര് അവന്മാരെ ജയിലിക്കാൻ. ഇവിടെ നമ്മളിപ്പോ ഈ പരാതി നൽകിയിട്ട് ഒരുപാട് ദിവസമായി, പോലീസ് കേസെടുത്തിട്ട് ഒരുപാട് ദിവസമായി. പക്ഷേ നിങ്ങളുടെ ആവശ്യം അത് പ്രധാനമായും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം അത് കുഴിച്ചെടുത്ത് പരിശോധിക്കണം. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്? സാർ, അത് തന്നെ നമ്മളും ചോദിക്കുന്നത്. കാനൂൻ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന പേപ്പർ മാത്രമാണോ നമ്മൾ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ബോഡി ഇങ്ങനെ സ്ഥലത്ത് ഉണ്ടെന്ന് പറയുമ്പം പോലീസുമാർ എന്തിനത്തെ ഇത് ഡിലേ ചെയ്യുന്നത്? പോയി അവിടെ ഉണ്ടോ ഇല്ലോ നിങ്ങൾക്ക് ചെയ്യണമല്ലോ അല്ലേ? അത് കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇത് മേളിൽ നിന്ന് ഓർഡർ വരണോ, അവിടെ നിന്ന് ഓർഡർ വരണോ, കാത്തിരിക്കുന്നത് ശരിയാണോ? ഇത് കാനൂൻ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അത് ഞാനല്ല, നമ്മുടെ പോരാട്ടക്കാരുടെ പ്രതി ഒരുത്തൻ ചോദിക്കുന്ന ചോദ്യം. ഇന്നത്തേന് കുറഞ്ഞ് 20 ദിവസം ആയിക്കൊണ്ടുണ്ട്. കാണുന്ന കാട്ടിൽ ഇതിനകത്ത് പരിശോധന നടത്തണം, 2 ഭാഗത്തും പരിശോധന നടത്തണമെന്നൊരു ആവശ്യമാണല്ലോ 100%. ഇവിടെ ഈ എന്താ പറഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരു സൈഡിൽ പുഴയ, 2 സൈഡിൽ ബാക്കിയുള്ള സൈഡിൽ ഫുള്ള് കാടാ. ഈ ഇത്രയും കാട്ടിലും പരിശോധന നടക്കും. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആരാ മുമ്പിൽ വന്ന വ്യക്തി, ആ വ്യക്തിയും കൊണ്ട് എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ അത് ആദ്യം എടുത്തിട്ട് ആൾക്കാരെ കാണിക്കണം. ഉണ്ടോ ഇല്ലയോ, അവൻ കള്ളമാണോ പറയുന്നത്, ഇതെങ്കിലും ചെയ്യണ്ടേ? നേരത്തെ ഈ കാര്യത്തിൽ ഒരു ഭയമുണ്ടായിരുന്നു ആൾക്കാർക്ക് പുറത്ത് പ്രതികരിക്കാൻ. ഇന്ന് കണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആക്ഷൻ കമ്മിറ്റിയുടെ വലിയ യോഗം 2000-ഓളം ആൾക്കാർ പങ്കെടുത്തത്. ആ യോഗത്തിൽ എന്താണ് തീരുമാനം എടുത്തത്? അതായത് എത്ര സമയം കൊടുത്തു പോലീസിന്? നിങ്ങൾ എന്തായിരിക്കും? ഇപ്പം ഗിരീഷൻ എന്ന് പറഞ്ഞ കണക്കിന് ഇനി ഒരാഴ്ച ടൈം അതിൻ്റെ അകത്ത് തന്നെ നോക്കും. അതേ മഹേഷണ്ണൻ്റെ ഒരു ഇതായിരുന്നു നടത്തി. മഹേഷൻ എന്ന് പറഞ്ഞ് ഇന്ന് വിളിച്ചാൽ ഇന്ന് 2000 പേരല്ല. ഞാൻ പറഞ്ഞില്ലേ, കാലിൽ ഒരു മൊബൈലിനകത്ത് വിളിച്ചു പറഞ്ഞും കൊണ്ട് അത്ര ആൾക്കാരാണ് വന്നത്. ഒരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ പുള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞ് ഇത്ര ആൾ വന്ന് കൂടണം, നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വന്ന് കൂടും. ഇന്ന് ലക്ഷങ്ങൾ വന്ന് കൂടിയിട്ട് തീരുമാനം അല്ല, ഗവൺമെൻറ് എടുത്തില്ലെങ്കിൽ നമ്മളെല്ലാത്തിനും തയ്യാറാണല്ലോ. നമ്മൾ എടുക്കാൻ റെഡിയായിനി. നമ്മൾ കാനൂന് പാലനം എത്ര ചെയ്യണം അത്രയും നമ്മൾ ആ കാനൂനിനെ തലതാത്തിക്കൊണ്ടുണ്ട്. മുമ്പിലോട്ട് നമ്മൾ താത്തുനിരിച്ചാൽ നമ്മൾ നമ്മുടെ പണി ചെയ്യും, അത്രേ ഉള്ളൂ. എന്തായാലും സർക്കാർ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഒരാഴ്ചത്തെ സമയമാണ് ഇപ്പോൾ പോലീസിന് ആക്ഷൻ കമ്മിറ്റി നൽകിയിരിക്കുന്നത്. ഒരാഴ്ചക്കകം ഇത്തരത്തിൽ മൃതദേഹം പുറത്തെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവർക്ക് കൃത്യമായി സ്ഥലം അറിയാം എവിടെയൊക്കെ കുഴിച്ചിട്ടതെന്ന്. കാരണം ആ ശുചീകരണ തൊഴിലാളി ഇപ്പോഴും ഇവരുടെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അദ്ദേഹം പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇവർ തന്നെ ചൂണ്ടിക്കാട്ടി മൃതദേഹം പുറത്തെടുക്കും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതെ പോലീസ് തന്നെ ഇതിന് മുൻകൈ എടുക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. മാതാപിതാ ഗുരുദൈവം എന്ന സങ്കല്പം മനസ്സിൽ പതിഞ്ഞ സംസ്കാരമാണ് നമ്മുടേത്. ഓരോ കുരുന്നിൻ്റെയും ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ ഇതിലോരോരുത്തർക്കും വലിയ പങ്കാണുള്ളതല്ലേ. അതിലേറെ പ്രധാനമാണ് ഗുരുവിനുള്ള സ്ഥാനം. എന്നാൽ ദൈവത്തെ പോലും ഭയമില്ലാത്ത പുതിയ തലമുറ അധ്യാപകരെയും വകവയ്ക്കാത്ത കാലം. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഹരിയാനയിൽ നിന്ന് കേട്ടത്. മുടി വെട്ടി അച്ചടക്കത്തോടെ വരണമെന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിനെ വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തി. ഗുരുപൂർണിമ ദിനത്തിൽ ഈ ദാരുണമായ കൊലപാതകമുണ്ടായത് നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഹരിയാനയിലെ ഹിസാറിലെ ഗ്രാമത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. നർനൌണ്ടിലെ ബാസ് ഗ്രാമത്തിലെ കർദർ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് കൊലപാതകം നടന്നത്. പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്തിയത്.
സ്കൂളിലെ പ്രിൻസിപ്പൽ ജഗ്ബീർ സിംഗിനാണ് വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിപ്പലിനെ സ്കൂളിലെ മറ്റ് അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ഹിസാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സ്കൂളിലേക്ക് വരുമ്പോൾ മുടിവെട്ടി അച്ചടക്കത്തോടെ വരണമെന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്താലാണ് കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. हत्या के कारण तो जैसे बता रहे हैं कि उनको नोटिस दिया करते थे, उससे पूछताछ करते थे भी कि वो ठीक प्रकार से रहें, जैसे बाल अगर जैसे बड़े हो गए तो उनको छोटे कटवाएं, अगर कपड़े नहीं पहनते टकिंग करें तो प्रॉपरली. तो इस प्रकार की जो काउंसलिंग एक्टिविटीज होती है, जो प्रिंसिपल की जिम्मेवारी भी होती है, तो वो पाया जाता है. ആക്രമണത്തിന് ശേഷം 2 വിദ്യാർത്ഥികളും ഓടി രക്ഷപ്പെട്ടു. പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുപൂർണിമ ദിവസമാണ് ഗുരുവിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരിയായ സ്നേഹ പഠനത്തിന് പുറമെ കായിക രംഗത്തും കഴിവ് തെളിയിച്ച പ്രതിഭ, അധ്യാപകരുടെ എല്ലാം പ്രിയപ്പെട്ടവൾ. പിന്നെ എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത്? ദേശീയ ബാസ്കറ്റ്ബോൾ താരമായ സ്നേഹ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ഹോസ്റ്റൽ ശുചിമുറിക്ക് സമീപമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. റാഗിംഗ് സംബന്ധിച്ച് പരാതികൾ നിലവിൽ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. മറ്റെന്തെങ്കിലും കാരണം ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. പുലർച്ചെ 4:30യോടെയാണ് നേഹയുടെ മൃതദേഹം പെൺകുട്ടികളുടെ ഹോസ്റ്റലായ ആരവല്ലിയുടെ ശുചിമുറിക്ക് സമീപം കണ്ടെത്തിയത്. സ്റ്റെയർകേസിന്റെ ഹാൻഡ് റെയിലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കുട്ടി. ഇന്നലെ വൈകുന്നേരം നടന്ന പരിപാടികൾ ഉൾപ്പെടെ വളരെ സജീവമായി നേഹ ഉണ്ടായിരുന്നുവെന്ന് ക്ലാസ് ടീച്ചർ അമ്പിളി പറഞ്ഞു. മരണത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് കണ്ടെത്താനായിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പങ്കെടുത്തതിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരുടെ മേക്കപ്പ് ഒക്കെ തുടച്ചു കളയുകയും ഒക്കെ ചെയ്തു രാത്രി വരെ. അപ്പം അതുവരെയും ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു അസ്വാഭാവികതയും നമ്മൾ കണ്ടിട്ടില്ല. കുട്ടികളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരും പറയുന്ന ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആറാട്ടുപുഴയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ നേഹ ദേശീയ ബാസ്കറ്റ്ബോൾ താരമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംഭവത്തിൽ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്താണ് ഇങ്ങനൊരു കൃത്യം ചെയ്തതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഇവിടെ വന്നിപ്പോൾ ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കളക്ടറോടൊക്കെ സംസാരിച്ചു. എത്രയും വേഗം കളക്ടറും പോലീസ് സൂപ്രണ്ടും എസ് പി അടക്കം സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന വേണം. ആരെയെങ്കിലും ഇതിന്റെ പേരിൽ ക്രൂശിക്കാനോ മോശപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അതേസമയം ഹോസ്റ്റൽ താമസിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ കൌൺസിലിംഗ് ഉൾപ്പെടെ ലഭ്യമാക്കുന്നില്ലെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കളുമായി അകന്ന് താമസിച്ചു പഠിക്കുന്ന ഒരിടമാണ് നവോദയ സ്കൂൾ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കൌൺസിലിംഗ് സംവിധാനമടക്കം അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ അക്കാര്യങ്ങളിൽ പരിമിതികളുണ്ട് എന്നുള്ള ആരോപണവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ചെന്നിത്തലയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നമ്മുടെ നാട്ടിലൊരു സഹായത്തിന് വിളിച്ചാൽ ആദ്യം ഓടി വരുന്നത് അയൽവാസികളാണല്ലേ. പണ്ടൊക്കെ സമീപത്ത് താമസിക്കുന്നവർ തമ്മിൽ ഒരു സാഹോദര്യ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറി. അയൽവാസികൾ അയൽദ്രോഹികളാകുന്ന കാഴ്ചകൾ പലയിടത്തും കാണാം. കൊല്ലം എഴുകോണിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയായ യുവാവും സുഹൃത്തുക്കളും വീടിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിലേക്കാണ്. എഴുകോൺ സ്വദേശി ശ്രീനിവാസപ്പള്ളിയുടെ വീടിന് നേരെയാണ് 4-അംഗ സംഘം ആക്രമണം നടത്തിയത്. ഒടുവിൽ എഴുകോണം പോലീസെത്തി പ്രതികളെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു.
കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. കോയിക്കൽ ക്ഷേത്രത്തിന് സമീപം ആനന്ദഭവനിൽ ശ്രീനിവാസപിള്ളയുടെ വീടാണ് അക്രമികൾ അടിച്ചു തകർത്തത്. വീടിനു ചുറ്റുമുള്ള ജനലിന്റെ ചില്ലുകൾ മാരകായുധം ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമി ശ്രീനിവാസനെയും ഭാര്യ രാധാമണിയെയും മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. മാരകായുധങ്ങളുമായി എത്തിയ അക്രമികളെ കണ്ട് വീടിനുള്ളിൽ കയറി പേടിച്ച് വാതിൽ അടയ്ക്കുകയായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. മുമ്പ് അയൽവാസിയുടെ വീടിന്റെ ഷീറ്റ് നശിപ്പിച്ചെന്നാരോപിച്ച് ശ്രീനിവാസപിള്ളയ്ക്കെതിരെ എഴുകോൺ പോലീസിൽ വീട്ടമ്മ പരാതി നൽകിയിരുന്നു. സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട പോലീസ് ഇരുവരെയും മടക്കി അയക്കുകയും ചെയ്തിരുന്നു. തുടർന്നുണ്ടായ വിരോധമാണ് ഇത്തരത്തിൽ അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ശ്രീനിവാസപിള്ള പറയുന്നത്. നേരത്തെ വിരോധം എന്ന് പറയുമ്പോൾ ഇവരുടെ അമ്മ എൻ്റെ പേരിലൊരു കള്ളക്കേസ് കൊടുത്തിരുന്നു. ആ കേസ് അന്വേഷിച്ച് എഴുവൻ പോലീസ് ഒരു SP-ക്കാണ് പരാതി കൊടുത്തത്. ആ SP-യുടെ ഇവിടെ എഴുവൻ സ്റ്റേഷനിൽ നിന്ന് ആൾ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ട് ആ പരാതിയിൽ യാതൊരു കഴമ്പുമില്ലെന്ന് കണ്ടെത്തി ആ കേസ് അന്നേ തീർപ്പാക്കി കളഞ്ഞതുമാണ്. അതിൻ്റെ വൈരാഗ്യമാണെന്നാണ് എൻ്റെ സംശയം. വീടിന്റെ ജനൽ ചില്ലകളും സ്വിച്ച് ബോർഡും ലൈറ്റുകളും അക്രമി സംഘം അടിച്ചു തകർത്തു. ശ്രീനിവാസൻ എഴുകോൺ പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസ് എത്തി. പോലീസിനെ കണ്ടയുടൻ അക്രമി സംഘങ്ങൾ ഓടി രക്ഷപ്പെട്ടു. പിന്തുടർന്ന പോലീസ് 4 പേരെയും സാഹസികമായി പിടികൂടി. എഴുകോൺ സ്വദേശി ഹരിലാൽ, ഇയാളുടെ സുഹൃത്തുക്കളായ ആനയം സ്വദേശി ജോസ് ബെഞ്ചമിൻ, നെടുമ്പന സ്വദേശി സുനിൽ, പോച്ചക്കോണം സ്വദേശി ഷിജു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരെല്ലാം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഈ സമീപകാലത്ത് സിനിമാ മേഖലയിൽ ഏറെ ചർച്ചയായ സംഭവമാണ് നടൻ ഉണ്ണി മുകുന്ദൻ മുൻ മാനേജരെ മർദ്ദിച്ച കേസ്. ടൊവിനോ തോമസ് ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിന് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്നായിരുന്നു വിപിൻ കുമാറിൻ്റെ പരാതി. സംഭവം സിനിമാ സംഘടനകൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയെങ്കിലും നിയമ നടപടി തുടരുകയാണ്. കേസിൽ ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മർദ്ദനം നടന്നതായി തെളിവില്ലെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ പിടിവലി ഉണ്ടാവുകയും ഇതിൽ വിപിൻ കുമാർ എന്ന മുൻ മാനേജറുടെ കണ്ണട പൊട്ടുകയും ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദനിൽ നിന്നും മുൻ മാനേജർ വിപിനെതിരെ ഉണ്ടായത് വൈകാരികമായ പ്രതികരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉണ്ണിമുകുന്ദനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കണ്ണട നിലത്തെറിയുക മാത്രമാണ് ചെയ്തെന്നുമായിരുന്നു പരാതി വന്ന സമയത്ത് തന്നെ ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കിയിരുന്നത്. നേരത്തെ താരസംഘടനയായ അമ്മയും സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയും 2 പേരോടും വിശദീകരണം തേടിയിരുന്നു. ഉണ്ണിമുകുന്ദനും വിപിൻ കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉണ്ണിമുകുന്ദൻ തന്നോട് മാപ്പ് പറഞ്ഞുവെന്ന് വിപിൻ കുമാറും എന്നാൽ അങ്ങനെ നടന്നിട്ടില്ലെന്ന് ഫെഫ്കയും പറയുന്നത്. ടൊവിനോ തോമസ് ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിന് ഉണ്ണിമുകുന്ദൻ പ്രകോപിതനായെന്നും തന്നെ മർദ്ദിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിപിൻ കുമാർ പോലീസിൽ പരാതി നൽകിയത്. അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ണിമുകുന്ദൻ ഫ്ളാറ്റിലേക്കെത്തി ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഉണ്ണി മുകുന്ദന് കുറച്ച് നാളുകളായി ബെസ്റ്റ് ടൈമാണ്. ലഹരി കേസിൽ പെട്ടവർ പോലും ഉണ്ണി മുകുന്ദൻ്റെ സുഹൃത്തെന്നും മാനേജരും നോക്കി പറയുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി കാക്കനാട്ടെ ഫ്ളാറ്റിൽ MDMAയുമായി പിടിയിലായ റിൻസി എന്ന യുവതി ഉണ്ണി മുകുന്ദൻ്റെ മാനേജറാണെന്ന് കഥ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ പ്രചരണം തെറ്റെന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിൽ രംഗത്തെത്തി.
മാർക്കോ സിനിമയുടെ പ്രൊമോഷൻ ടീമിൽ അവരുണ്ടായിരുന്നു എന്നതല്ലാതെ ഉണ്ണി മുകുന്ദന് യൂട്യൂബറായ യുവതിയുമായി മറ്റു ബന്ധമില്ലെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം കൊച്ചിയിൽ 4 ഗ്രാം MDMAയും 30 LSD സ്റ്റാമ്പുമായി യുവതിയടക്കം 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ കാക്കനാട്ട് നിന്ന് MDMAയുമായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായ റിൻസി എന്ന യുവതി ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന നിലയിലുള്ള പ്രചാരണം തെറ്റെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നടൻ ഉണ്ണി മുകുന്ദൻ തന്നെ രംഗത്ത് വന്നു. ഫേസ്ബുക്കിലിട്ട കുറിപ്പിലാണ് ഉണ്ണി മുകുന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. തനിക്കൊരു പേഴ്സണൽ മാനേജർ ഇല്ലെന്നും ഒരിക്കലും തനിക്ക് മാനേജർമാർ ഉണ്ടായിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നടൻ വ്യക്തമാക്കി. മാർക്കോ സിനിമയുടെ പ്രൊമോഷൻ ടീമിൽ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഉണ്ണി മുകുന്ദന് യുവതിയുമായി മറ്റു ബന്ധമില്ലെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഉണ്ണി മുകുന്ദനെ കുറിച്ച് റിൻസി അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലിട്ട പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. മാർക്കോ സിനിമയുടെ റിലീസിന് ശേഷമാണ് പോസ്റ്റ്. കഴിഞ്ഞ ദിവസമാണ് MDMAയുമായി യൂട്യൂബർ റിൻസിയും ആൺസുഹൃത്തും പോലീസ് പിടിയിലായത്. ഇവരിൽ നിന്ന് 22.55 ഗ്രാം MDMAയാണ് പിടിച്ചെടുത്തത്. കാക്കനാട്ടെ പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. റിൻസിയും യാസറും കോഴിക്കോട് സ്വദേശികളാണ്. നാട്ടിൽ തന്നെയുള്ള ഒരാളിൽ നിന്നാണ് രാസലഹരി വാങ്ങിയതെന്നാണ് ഇരുവരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം മറ്റൊരു യുവതി അടക്കമുള്ള 2 അംഗ സംഘത്തെ ലഹരി കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തു. 4 ഗ്രാം MDMAയും 30 LSD സ്റ്റാമ്പുമായി ലക്ഷദ്വീപ് സ്വദേശിനി ഫരീദ, മൂവാറ്റുപുഴ സ്വദേശി ശിവജിത്ത് ശിവദാസ് എന്നിവരാണ് പിടിയിലായത്. പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലോഡ്ജിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. വിപണിയിൽ 1 ലക്ഷം രൂപ വിലയുള്ള ലഹരിയാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തതെന്നാണ് എക്സൈസ് വ്യക്തമാക്കിയത്. ന്യൂസ് 18 കൊച്ചി. ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തിയ ബിരുദന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലഹരി സംഘങ്ങളും ആ രീതിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തുകയാണ്. തിരുവനന്തപുരം കല്ലമ്പലത്ത് 1.25 കിലോ MDMA പിടികൂടിയപ്പോഴാണ് പുത്തൻ രീതികളെക്കുറിച്ച് പോലീസ് മനസ്സിലാക്കിയത്. വിദേശത്ത് നിന്ന് ഈന്തപ്പഴത്തിൻ്റെ പെട്ടിയിൽ ഒളിപ്പിച്ച് കടത്തിയ MDMAയുമായി യുവാക്കളെ പോലീസ് പിടികൂടി. കുടുംബത്തെ മറയാക്കിയാണ് വിപണിയിൽ 2 കോടി രൂപയോളം വില വരുന്ന MDMA കടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ലഹരി മാഫിയയ്ക്കിടയിൽ ഡോൺ എന്നറിയപ്പെടുന്ന സൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു കടത്ത്. വ്യാഴാഴ്ച പുലർച്ചെ ഒമാനിൽ നിന്നാണ് ലഹരിയുമായി സഞ്ജുവും കുടുംബവും മറ്റൊരു പ്രതിയായ നന്ദുവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്നത്. ഇവർ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം കല്ലമ്പലം ഭാഗത്തേക്ക് ഒരു ഇന്നോവ കാറിലാണ് സഞ്ചരിച്ചത്. ഇവരുടെ സാധനങ്ങളെല്ലാം തന്നെ മറ്റൊരു പിക്കപ്പിലെത്തിയ ഉണ്ണിക്കണ്ണനും പ്രവീണുമാണ് കൂടെ കൊണ്ടുവന്നത്. വിമാനത്താവളം മുതൽ തന്നെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇവർ. സഞ്ചരിച്ച ഇന്നോവ കാർ പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയി. പിന്തുടർന്ന് വാഹനം തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെത്തുന്നത്. ഈന്തപ്പഴം പൊതിഞ്ഞുകൊണ്ടുവന്ന ബാഗേജിനുള്ളിലാണ് MDMA സൂക്ഷിച്ചിരുന്നത്. ഇവരിൽ നിന്നും 15 ലിറ്ററോളം വരുന്ന വിദേശ മദ്യവും പിടികൂടി. 1-ാം പ്രതിയായ സൈജു മുമ്പ് 2 തവണ ലഹരി കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റുള്ളവരുടെ പേരിലും മറ്റുമാണ് ഇയാൾ വിദേശത്ത് നിന്നും ലഹരി അയച്ചിരുന്നത്. തന്റേതല്ല ഇപ്പോൾ പിടികൂടിയ ലഹരി അടക്കമുള്ള ലഗേജ് എന്ന നിലപാടിലാണ് ഇപ്പോഴും സഞ്ജുവുള്ളത്. 6 മാസത്തോളമായി ഇയാളെ പോലീസ് നിരീക്ഷിക്കുകയായിരുന്നു. സൈജുവിന്റെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകളെ മറികടന്ന് എങ്ങനെ പ്രതികൾ ഇത്ര വലിയ അളവിൽ ലഹരി കടത്തിയത് എന്നത് എയർപോർട്ട് അധികൃതരെയും വെട്ടിലാക്കി. വിമാനത്താവളത്തിനകത്ത് പ്രതികൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും
ഒപ്പമുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി അഫ്നാസ് കുറേ നാളുകളായി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നോട്ടപ്പുള്ളിയാണ്. പ്രദേശത്തെ പ്രധാന ലഹരി ഇടപാടുകാരനായ യുവാവിനെ പൊക്കാൻ പലതവണ നീക്കം നടത്തിയിട്ടും നടന്നില്ല. ഒടുവിൽ അഫ്നാസ് ബംഗളൂരുവിൽ നിന്നും MDMA എത്തിക്കുന്നതറിഞ്ഞ് എക്സൈസ് വല വിരിച്ചു. പരപ്പനങ്ങാടിയിൽ വെച്ച് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 40 ഗ്രാം MDMAയുമായി യുവാവ് അറസ്റ്റിലായി. പരപ്പനങ്ങാടിയിൽ വീണ്ടും എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. MDMAയുമായി യുവാവ് അറസ്റ്റിലായി. 40 ഗ്രാം MDMAയുമായാണ് ചേലേമ്പ്ര കുറ്റിപ്പാല സ്വദേശി അഫ്നാസിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഒരാഴ്ചയായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ ഇയാളുടെ വീട്ടിൽ നിന്ന് എക്സൈസ് ഇന്ന് പുലർച്ചെ പിടികൂടുന്നത്. പിടിച്ചെടുത്ത MDMAയ്ക്ക് വിപണിയിൽ ഏകദേശം 3 ലക്ഷം രൂപ മൂല്യം വരും. പൈങ്ങോട്ടൂർ, ചെട്ടിയാർമാട്, ചേലൂപ്പാടം തുടങ്ങിയ സ്ഥലങ്ങളിലും യുവാക്കൾ കളിക്കുന്ന ടർഫ് കേന്ദ്രീകരിച്ചുമാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതി MDMA എത്തിക്കുന്നതെന്നും എത്തിച്ചു കൊടുക്കുന്ന ആളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനൂജ് പറഞ്ഞു. പൈങ്ങോട്ടൂര്, ചെട്ടിയാർമേട്, ചേലൂർപ്പാടം എന്നീ പ്രദേശങ്ങളിൽ അതുപോലെ ടർഫ് കേന്ദ്രീകരിച്ചും നിരവധി മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിപണനം നടക്കുന്നുണ്ട് പരാതി ലഭിച്ചിരുന്നു. ഇത് അന്വേഷിച്ചതിൽ ഒരാഴ്ചയായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ അന്വേഷണത്തിനാണ് അഫ്നാസ് എന്നൊരു വ്യക്തിയാണ് അവിടെ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ വിപണനവും ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറുകയും ഒരു 40 ഗ്രാമോളം MDMA കണ്ടെത്തുകയുണ്ടായി. ഇത് വിപണിയിൽ ഏകദേശം 3.5-4 ലക്ഷത്തോളം വില വരും. ഇനിയും ഇതിന്റെ പുറകിൽ ഈ അഫ്നാസ് മാത്രമല്ല, ഇതിന് പുറകിലും നിരവധി ആളുകളുണ്ട്. അത് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കുന്നതായും ഇനിയും പ്രതികൾ പിടിയിലാകാൻ സാധ്യതയുണ്ടെന്നും ഇൻസ്പെക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. വ്യാജ ബോംബ് ഭീഷണികൾ ഇപ്പോൾ പതിവായി കേൾക്കാറുണ്ട്. ജനങ്ങളെ ആശങ്കയിലാക്കാൻ ഇങ്ങനെ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ്. മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഏപ്രിൽ 30-ന് പോലീസിന് സന്ദേശം ലഭിച്ചു. ആ കേസിൻ്റെ അന്വേഷണം എത്തിയത് ഡൽഹി സ്വദേശി ഖാലിദ് എന്ന നിതിൻ ശർമ്മയിലേക്കാണ്. മോഷ്ടിച്ച ഫോണിൽ നിന്ന് മൂന്നാർ പോലീസിന് ബോംബ് ഭീഷണി മുഴക്കി ഇയാൾ മെയിൽ അയക്കുകയായിരുന്നു. മുൻപ് മൈസൂരിലും കൊച്ചി ലുലു മാളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സന്ദേശമയച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ യുവാവ്. കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച് ഖാലിദ് പോലീസിന് മെയിൽ അയക്കുകയായിരുന്നു. ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. എന്നാൽ ബോംബ് കണ്ടെത്താനായില്ല. തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ അന്വേഷണം നടത്തിവരികയാണ് മൈസൂർ ലദർബാഗ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായ വിവരം അറിയുന്നത്. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ മേഖലകളിലും ഇയാൾക്കെതിരെ സമാനമായ കേസുകളുണ്ട്. 2017-ൽ എറണാകുളം ലുലു മാളിൽ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. വിവിധ മേഖലകളിൽ നിന്നും മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നത്. മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. സ്ഥിരമായി ബോംബ് ഭീഷണി മുഴക്കുന്ന ഇയാൾക്ക് പിന്നിൽ മറ്റു കൂട്ടാളികളുണ്ടോ എന്നും അന്വേഷിക്കും.
ന്യൂസ് 18 ഇടുക്കി. തെറ്റ് ചെയ്തെന്ന് കോടതി കണ്ടെത്തിയ ആളുകളെ ജയിലിലാക്കുന്നത് ശിക്ഷ എന്നതിലുപരി അവരെ നല്ല മനുഷ്യരാക്കി മാറ്റി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. എന്നാൽ നടക്കുന്നത് നേരെ തിരിച്ചാണ്. ഇക്കാര്യത്തിൽ ഏറ്റവും ഭയാനകമായ സംഭവമാണ് കർണാടകയിലെ പരപ്പന അഗ്രഹാല ജയിലിലുണ്ടായത്. തീവ്രവാദ കേസ് പ്രതി തടിയൻ്റെവിടെ നസീർ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ ജയിലിനുള്ളിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുന്നുവെന്നാണ് NIA കണ്ടെത്തൽ. ഇതിനൊത്താശ ചെയ്യുന്നത് സർക്കാർ ഡോക്ടറും പോലീസും മറ്റൊരു പ്രതിയുടെ മാതാവും. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചത് പ്ലാൻ ചെയ്ത ഭീകരാക്രമണത്തിൻ്റെ വിവരങ്ങളാണ്. കസ്റ്റഡിയിലുള്ളവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുപ്രസിദ്ധ കുറ്റവാളി തടിയൻ്റെവിടെ നസീറിന് സ്വന്തം വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സൗകര്യമാണ് കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിൽ ലഭിച്ചിരുന്നത്. നസീറിനും നസീർ പറയുന്നവർക്കും ഫോൺ എത്തിച്ചിരുന്നത് ജയിലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്. നസീറിന് വേണ്ടി ഫോൺ സന്ദേശങ്ങൾ അയക്കുന്നതും നാഗരാജ് തന്നെ. നസീറിനെ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന വിവരങ്ങൾ നസീറിനെയും പുറത്തുള്ള കൂട്ടാളികളെയും അറിയിച്ചിരുന്നത് ASI ചാൻ പാഷയാണ്. പോലീസിന്റെ നീക്കങ്ങൾ കൃത്യമായി നസീറിനെ അറിയിക്കുന്നതും ചാൻ പാഷയാണ്. നസീറിന് പണം എത്തിച്ചതും പുറത്തെ വിവരങ്ങൾ കൈമാറിയിരുന്നതും അനീസ ഫാത്തി എന്ന സ്ത്രീയാണ്. നസീറിന്റെ കൂട്ടാളിയായ ജുനൈദ് അഹമ്മദിന്റെ മാതാവാണ് ഇവർ. മൂവരെയും ഒറ്റയ്ക്കും ഒരുമിച്ചുമിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പല നിർണായക വിവരങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് നസീർ പദ്ധതിയിട്ട ഒരു ഭീകരാക്രമണത്തിന്റെ വിവരങ്ങളാണ്. കൂടാതെ തടവുകാരെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള നീക്കങ്ങൾ കാലങ്ങളായി നസീർ നടത്തിവരുന്നതായും വിവരം ലഭിച്ചു. നിലവിൽ കസ്റ്റഡിയിലുള്ളവരെക്കുറിച്ച് വ്യാപകമായ അന്വേഷണമാണ് നടക്കുന്നത്. കൂടുതൽ പേർ കസ്റ്റഡിയിലാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. കണ്ണൂർ സ്വദേശിയായ തടിയൻ്റെവിടെ നസീർ PDP പ്രവർത്തകനായിരുന്നു. EK നായനാരെ വധിക്കാൻ പദ്ധതിയിട്ട കേസ്, യുവാക്കളെ കശ്മീരിലെ ഭീകരവാദ ക്യാമ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസ്, 2008 ബംഗളൂരു സ്ഫോടന കേസ്, കളമശ്ശേരി ബസ് കത്തിക്കൽ, കാച്ചാപ്പള്ളി ജ്വല്ലറി കവർച്ച, കോഴിക്കോട് ഇരട്ട സ്ഫോടനം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് നസീർ. ന്യൂസ് 18 ബംഗളൂരു. നമ്മുടെ മക്കളോ സഹോദരങ്ങളോ മോശപ്പെട്ട രീതിയിൽ ജീവിച്ചാൽ സ്വാഭാവികമായും അതൊരു ദുരഭിമാന പ്രശ്നമാണല്ലേ. അവർ വളർന്നു വലുതായി ഒരു കുടുംബജീവിതമൊക്കെയായി കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് എന്തിനാണ് വേവലാതിപ്പെടുന്നത്? കണ്ണൂർ ഉളിയിൽ 12 വർഷം മുൻപുണ്ടായ ഒരു സംഭവം ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകും. വഴിവിട്ട ജീവിതത്തെ തുടർന്ന് യുവതിയെ സഹോദരന്മാർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്. വിവാഹമോചിതയായ ഉളിയിൽ സ്വദേശിനി ഖദീജയെ കൊലപ്പെടുത്തുകയും കാമുകൻ ഷാഹുൽ ഹമീദിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. കേസിൽ പ്രതികളായ ഇസ്മയിൽ, ഫിറോസ് എന്നിവർക്ക് കോടതി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഷാഹുലുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പിന്മാറാത്തതിലെ വിരോധമായിരുന്നു കൊലയ്ക്ക് കാരണം. ഒരു കാര്യമൊന്ന് ശ്രദ്ധിച്ചേ, ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴേ സഹോദരങ്ങൾ അവരുടെ വഴിക്ക് ജീവിക്കട്ടെ എന്ന്. ഇവിടെ സഹോദരിയെ നന്നാക്കാൻ പോയിട്ട് സ്വന്തം ജീവിതം അഴിക്കുള്ളിലായി. ഈ കഥ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.